जुड़े हुए हर एक भाई बहनों के प्रति मैं परमेश्वर को धन्यवाद करता हूँ। ഗാന്ധിധാം IPC സഭ ഈ ദിവസങ്ങളിൽ ക്രമീകരിച്ച ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ രാത്രിവേളയിലാണല്ലോ നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. गांधीधाम IPC कलीसिया योजना किया हुआ इस उपवास प्रार्थना की 18वीं रात में हम आ पहुंचे हैं। കഴിഞ്ഞ ദിനങ്ങളിൽ അനേക ദൈവഭൃത്യന്മാരിൽ കൂടെ പകലും രാവും ദൈവവചനം കേൾക്കുവാനും അനുഗ്രഹം പ്രാപിപ്പാനും അതുപോലെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനും വലിയവനായ ദൈവം നമുക്ക് കൃപ നൽകിയതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. पिछले दिन और रात अनेक परमेश्वर के सेवकों के द्वारा परमेश्वर की इस वाणी हम सुन रहे थे और उसके सामने हम अपने आप को समर्पण करने के लिए और परखने के लिए परमेश्वर ने हमें सहायता की, इसलिए मैं परमेश्वर को धन्यवाद करता हूँ। ഇന്ന് രാത്രിയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാനായിട്ട് എന്നെ ക്ഷണിക്കുകയും നിങ്ങളോടൊത്ത് ആയിരിക്കാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും നൽകി തന്ന് ദൈവം ആക്കിയിരിക്കുകയും ചെയ്യുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി കരയുകയും നിങ്ങളോടുള്ളതായ നന്ദിയെ विशेषाल ചെയ്യുന്നു. आज शाम के समय आपके बीच में मुझे निमंत्रण किया है और इस प्रकार आपके बीच में वचन की सेवकाई करने के लिए परमेश्वर ने मुझे आयु और तंदुरुस्ती देकर खड़ा रखा है, इसलिए मैं परमेश्वर को फिर एक बार धन्यवाद करता हूँ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുരേഷിനെയും കുടുംബത്തെയും ആ ദേശത്തെ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവ് അത്ഭുതകരമായ രീതിയിൽ ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. खास करके उस जगह की सेवकाई के प्रति परमेश्वर अपने सेवक पास्टर सुरेश और उनके परिवार को अद्भुत रीति से उपयोग करता है, इसलिए मैं परमेश्वर को धन्यवाद करता हूँ. ശാരീരികമായ ക്ഷീണാവസ്ഥയിലാണെങ്കിലും പാസ്റ്റർ VM കോശി കുടുംബം ഇത്രത്തോളം ദൈവസന്നിധിയിൽ എല്ലാ മീറ്റിങ്ങുകളിലും സംബന്ധിപ്പാൻ തക്കവണ്ണം ദൈവ ആരോഗ്യം നൽകി നടത്തുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ ജോയിൻ ആയിരിക്കുന്നതായ പാസ്റ്റർ PG നായർ, അതുപോലെ ഗാന്ധിധാം സഭയിലുള്ളതായ ദീർഘ സംവത്സരങ്ങളായി സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ, അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വ്യക്തിപരമായി ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. खास करके शाम के समय जूम के माध्यम के द्वारा परमेश्वर के इस सन्मुख में जुड़े हुए हर एक भाई बहनों के लिए मैं परमेश्वर को धन्यवाद करता हूं. कमजोर अवस्था में होने के बावजूद पास्टर VM कोशी और उनके परिवार हर एक सभाओं में जुड़े हैं, उनके लिए मैं परमेश्वर को धन्यवाद करता हूं. खास करके पास्टर PG नायर और उनके परिवार को भी देखने के लिए परमेश्वर ने सहायता किया और इस प्रकार परमेश्वर की सेवकाई में लगे हुए हर एक परमेश्वर के सेवक लोग के लिए भी मैं परमेश्वर को धन्यवाद करता हूँ. നമ്മുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പേഴ്സ് ആയിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല ദൈവദാസന്മാർ ഇന്ന് ഈ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ട്. അവരെ ഓർത്തും ദൈവത്തെ വാഴ്ത്തുന്നു. ബ്രദർ ജോയ് സാം, അതുപോലെ ബ്രദർ VK തോമസ് മുതലായ ദൈവ മക്കളും ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. और खास करके स्टेट के काउंसिल मेंबर्स के रूप में सेवकाई करने वाले परमेश्वर के सेवक लोग और अन्य भाई लोग के लिए भी मैं परमेश्वर को धन्यवाद करता हूँ. ब्रदर जॉय सैम और पास्टर VK തോമസ്, उनके लिए भी मैं परमेश्वर को धन्यवाद करता हूँ. ഇന്ന് രാത്രിയിൽ എന്റെ ഈ മെസ്സേജ് മലയാളത്തിലുള്ളത് ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യുന്ന കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ബ്രദർ എബ്രഹാം സാമുവേലിനെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. തന്നെ ഈ കർത്താവ് ആശീർവദിക്കുമാറാകട്ടെ. Praise the Lord. आज शाम के समय मेरे वचन को, मेरे बातों को तर्जुमा करने वाले भाई ब्रदर एब्राहिम शामिल के लिए भी मैं परमेश्वर को धन्यवाद करता हूँ. ഈ മീറ്റിംഗിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ നൽകിയതായ ഒരു ആലോചന നിങ്ങളുമൊത്ത് ഈ രാത്രിയിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. इन दिनों में परमेश्वर ने जब इस उपवास के सभाओं के प्रति मैं जब प्रार्थना में परमेश्वर के सन्मुख में लगा था, तब परमेश्वर ने मेरे मन में दिए हुए उस संदेश को आपके बीच में रखना चाहता हूँ. ഏതൊരു കാലഘട്ടത്തെക്കാൾ ഉപരിയായിട്ട് അനേക വിധത്തിലുള്ളതായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കത്തക്കവണ്ണം ദുഷ്ടനായ ശത്രു ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു കാലയളവിലാണ് നാം ആയിരിക്കുന്നതെന്ന് നാം മറന്നു പോകരുത്. हर एक युग या समय से बढ़कर हम जो इस समय में रहते हैं, इस समय में अनेक प्रतिकूल को और गहराई में हमें फंसाने के लिए शैतान एकदम तीव्रता के साथ काम करने वाला समय है. മുൻപുള്ള കാലഘട്ടത്തെക്കാൾ ഉപരിയായി നാം കർത്താവിന്റെ വരവിനോട് ഏറ്റവും സമീപിച്ചിരിക്കുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. और इस बात को हम भूले नहीं कि पहले के समय से बढ़कर आजकल के समयों में परमेश्वर की उस आगमन के साथ हम और निकट आ पहुंचे हैं. ദൈവസഭ ഇന്ന് നിൽക്കുന്നത് ഒരു കളിക്കളത്തിലല്ല, ഒരു പോർക്കളത്തിലാണ് എന്നുള്ളത് മറന്നു പോകരുത്.
परमेश्वर की कलीसिया आज एक खेल के मैदान में नहीं है मगर एक युद्ध के मैदान में खड़ा है करके हम भूले नहीं। അത് മനസ്സിലാക്കി ശത്രുവിന്റെ സന്നാഹങ്ങളോട് എതിർത്തു നിൽക്കാനുള്ളതായ ശക്തി സംഭരിക്കേണ്ട ചുമതല നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. उस बात को समझते हुए दुश्मन की उस युक्तियों के सामने हम विरुद्ध खड़ा रहने के सामर्थ्य पाने की जरूरत आज हमारे बीच में है। ദൈവമക്കൾക്ക് ശക്തി സംഭരിപ്പാൻ കഴിയുന്നത് പ്രാർത്ഥന മുഖാന്തരമാണ്. प्रार्थना के द्वारा परमेश्वर के जन सामर्थ्य पा सकते हैं। ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ നിരന്തരമായിട്ടായിരുന്ന പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ അഭയാദര കഴിക്കുന്നത് ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ്. और इन दिनों में निरंतर आप परमेश्वर के सन्मुख में रहते हुए प्रार्थना करते हुए विनती करते रहते हैं, इसके लिए मैं परमेश्वर को धन्यवाद करता हूँ। നമ്മുടെ നാശമാണ് ശത്രു പ്രതീക്ഷിക്കുന്നതെങ്കിലും शैतान हमारे नाश को चाहने पर भी ദൈവം നമുക്ക് മുൻപിൽ വലിയൊരു വിജയം നൽകിയിട്ടുണ്ട് എന്നുള്ളത് നാം അറിയണം. और इस बात को हमें समझना चाहिए कि परमेश्वर हमारे सामने एक बड़ा विजय तैयार किया है। ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി. डोमिनिशियन चक्रवर्ती जो है यूहन्नान को उस पद्मोस के टापू की ओर तड़ी पार कर दिया। യോഹന്നാൻ അപ്പോസ്തലനെ അവിടെ നാട് കടത്തിയപ്പോൾ താനും തന്റെ കൂടെ ഉണ്ടായിരുന്ന റോമൻ ഭരണത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന എല്ലാവരും ചിന്തിച്ചു യോഹന്നാന്റെ കഥ കഴിഞ്ഞു എന്ന്. और यूहन्ना को जब उन्होंने गांव से बाहर निकाल दिया तब उसके साथ रहने वाले पवित्र जन ने इस प्रकार सोचा कि इसका समय खत्म हो गया, इसका कहानी खत्म हो गया। എന്നാൽ ലോകം നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ നിന്നെ ഏറ്റെടുക്കുന്ന സ്വർഗം ജീവിക്കുന്നു എന്ന് ദൈവം ജീവിക്കുന്നുവെന്ന് പത്മോസ് ദ്വീപിൽ ദൈവം വെളിപ്പെടുത്തി. मगर परमेश्वर जब संसार आपको अकेला करता है तो परमेश्वर आपको कभी ना त्यागेगा, कभी ना छोड़ेगा करके पत्मोस के टापू में यूहन्ना ने हमें बताया है, प्रकट किया है। നാം മുഴങ്കാൽ മടക്കി ഏകാന്തതയിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അതിനെ ദർശനത്തിന്റെ മാളിക മുറിയാക്കി മാറ്റി തരുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. हम अपने अकेलेपन के समय में हम जब घुटने टेकते हैं, हम हमारी जो जगह है उसे परमेश्वर प्रार्थना के एक कमरा के रूप में बदलने के लिए सामर्थ्य है। നമ്മുടെ കഷ്ടതയുടെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകരം നമ്മൾ അനുഭവിച്ചറിയണം. हमारे तकलीफ के सब बीच में चलने वाली और पढ़ने वाली उस परमेश्वर के हाथ के बारे में हम जानना है। തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഭക്തന്മാരൊക്കെയും ദർശനം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് തങ്ങളുടെ കഷ്ടതയുടെ വേളകളിലാണ്. परमेश्वर वचन जब हम पढ़ते हैं तो परमेश्वर के भक्त जन अपने क्लेश के समय में परमेश्वर से अनेक दर्शनों को पाया। സമൃദ്ധിയിലല്ല ദൈവമക്കൾ ദർശനം പ്രാപിച്ചത്. अपने समृद्धि के समय में उन्होंने परमेश्वर के दर्शन नहीं पाया। സമൃദ്ധിയിലായ ശലോമോന് ദർശനം പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. समृद्धि के समय में रहने वाले सुलेमान राजा परमेश्वर के दर्शन को नहीं पाए। എന്നാൽ ഏകാന്തതയിലായിരുന്നതായ യോഹന്നാന് പത്മോസിൽ ദൈവ ദർശനം നൽകി. मगर अकेलेपन की अवस्था में रहने वाले उस पत्मोस टापू में रहने वाले यूहन्ना को परमेश्वर ने अपना दर्शन दिखाया। അതുപോലെ തന്നെ ദൈവം ഇതാ യെസക്കിയേൽ കേബാർ നദീതീരത്ത് ഏകാന്തത അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥനയിലായിരുന്ന ആ യെസക്കിയേലിന് ദൈവം സ്വർഗീയ ദർശനങ്ങൾ നൽകി. और प्रार्थना में केबार नदी के किनारे में रहने वाले उस एसेकिएल को परमेश्वर ने स्वर्ग का दर्शन दिखाया। आमीन। प्लीज लाबू भाई अपना डिवाइस उसका साउंड बंद कीजिए। ठीक है, अभी ദൈവം നമുക്ക് ദർശനങ്ങൾ നൽകി തരുന്ന ദൈവമാണ്. परमेश्वर हमें दर्शन देने वाला परमेश्वर है। എല്ലാ ദുർഭൂതങ്ങളും നിനക്കെതിരായിട്ട് എഴുന്നേറ്റ് വന്നാലും इसके विरुद्ध अनेक शक्तियां उठकर आने पर भी നാം ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിച്ചാലും हम अकेलेपन के अवस्था में है करके विचार करने पर भी നാം ലോക്ക്ഡൌണിലായി എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോഴും हम लॉकडाउन में रहते हैं करके विचार के साथ रहने पर भी അതിന് നടുവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന സ്വർഗമുണ്ടെന്ന് നാം അറിയണം. हम उसके बीच में समझना चाहिए कि इन सारे प्रतिकूल अवस्था के बीच में परमेश्वर का स्वर्ग हमारे लिए खुलता है करके प्रार्थना करने वाले समझना चाहिए. എല്ലാവരും പിന്മാറ്റത്തിലായി തീർന്നപ്പോൾ सब जन जब पीछे हटने की अवस्था में आ गए तब
ഒരു പാട്ട് പാടുവാൻ പോലും കഴിവില്ലാത്തവരായി കേബാർ നദീതീരത്ത് തങ്ങളുടെ കിന്നരങ്ങളെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുമ്പോൾ एक गीत भी नहीं गा सकते उस प्रकार की अवस्था में केबार नदी के किनारे में सबने अपने उस बजाने वाले यंत्रों को लगाकर खड़े रहने के समय ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് എസെക്കിയേൽ പുരോഹിതൻ വെറുതെ ഇരുന്നില്ല. इस परिस्थिति के बीच में मैं क्या करूंगा करके इस प्रकार एसेकियेल नबी विचार करते हुए व्याकुल नहीं रहा. ആ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എസെക്കിയേൽ കേബാർ നദീതീരത്തുണ്ടായിരുന്ന തന്റെ ടെന്റിനുള്ളിൽ മുടങ്കാലുകൾ മടക്കി സ്വർഗത്തിലെ ദൈവത്തോട് അഭയാചന കഴിച്ചു. उस परिस्थिति का फायदा उठाते हुए एसेकियेल ने उस केबार नदी के किनारे में रहने वाले तंबुओं में रहकर घुटने लगाकर परमेश्वर के चेहरे की ओर ताकते रहा. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ദൈവത്താൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നതായി ഏകാന്തതയെ ദർശനത്തിന്റെ ദിവസങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. और इसलिए प्रिया जी, जो हमारे इस जिंदगी के इस परिस्थितियों के बीच में इस अकेलेपन की अवस्थाओं को हम परमेश्वर की ओर से दर्शन पाने के लिए और उसकी महिमा को देखने की समय की ओर हम बदल दे. നമ്മുടെ കഷ്ടതയ്ക്ക് പിന്നിൽ ദൈവത്തിന്റെ കരം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. हमारे कष्टता के पीछे परमेश्वर के हाथ हमारे लिए चल रहा है. ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവാത്മാവ് ഹൃദയത്തിൽ പ്രകാശനം നൽകിയ ഏറ്റവും സുപരിചിതമായ ഒരു വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. आज रात के समय आपसे बताने के लिए परमेश्वर की पवित्र आत्मा ने मुझे एक सुपरिचित वचन दिया है जो मैं आपके बीच में रखना चाहता हूँ. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യമാണ്. रोमियों की पत्री 8वीं अध्याय उसकी 28वीं वचन है. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു. और हम जानते हैं कि जो लोग परमेश्वर से प्रेम रखते हैं उनके लिए सब बातें मिलकर भलाई ही को उत्पन्न करती है, अर्थात उन्हीं के लिए जो उसकी इच्छा के अनुसार बुलाए हुए हैं. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയാണോ? क्या हमारे जिंदगी में जो बातें होती है वो सारे भलाई के कारण बनता है? നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിക്കുന്നതെല്ലാം നന്മയാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ? क्या हम इस प्रकार कर सकते हैं कि हमारे जिंदगी में जो भी बातें हो रही है वो सारे भलाई के कारण बनता है? പ്രത്യക്ഷത്തിൽ പല കാര്യങ്ങൾ തിന്മയായി നമുക്ക് തോന്നും. और कुछ क्षण के लिए अनेक बातें हमारे जिंदगी में इस प्रकार भलाई के विरुद्ध खड़ी हो रहती है. എന്നാൽ ഇന്ന് തിന്മയായെന്ന് തോന്നുന്ന, തിന്മയ്ക്കാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നന്മയ്ക്കാക്കി കൂട്ടി ഇണക്കി വ്യാപരിപ്പിക്കുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. मगर आज हम ऐसे परमेश्वर का सेवकाई करते हैं जो हमारे विरुद्ध रहने वाले बातों के लिए भी हमारे और हमारे भलाई के कारण बदल सकता है. उस प्रकार सामर्थ्य परमेश्वर की हम सेवा करते हैं. അവിടെ രണ്ട് ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിക്കണം. और वहां दो सवाल हम अपने आप से पूछे. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണോ? क्या मैं परमेश्वर से प्रेम करने वाला व्यक्ति हूँ? ദൈവം എന്നെ തന്റെ നിർണയപ്രകാരം വിളിച്ച വ്യക്തിയാണോ? और क्या परमेश्वर ने अपने निर्णय के इच्छा के अनुसार मुझे बुलाया हूँ? ऐसे व्यक्ति हूँ मैं? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയും क्या मैं परमेश्वर से प्रेम रखने वाला व्यक्ति, ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയുമാണെങ്കിൽ और अगर मैं परमेश्वर के द्वारा बुलाया गया हुआ व्यक्ति हूं तो നമുക്കൊരു അറിവുണ്ട്. मैं एक बात को जानता हूं. എനിക്ക് ഇന്ന് സംഭവിക്കുന്നതെല്ലാം നാളെ സംഭവിക്കാൻ പോകുന്നതും എല്ലാം ദൈവം അറിയുന്നു. ദൈവം അതിനെ നന്മയ്ക്കാക്കി കൂട്ടി ഇണക്കി വ്യാപരിപ്പിക്കും. और इस बात को मैं जानता हूं कि आज जो मेरे जिंदगी के विरुद्ध बातें चलती हैं ये सारे बातें मिलकर भलाई ही होकर परमेश्वर मेरे लिए उत्पन्न कराएगा. അങ്ങനെ ദൈവം അതിനെ നന്മയ്ക്കാക്കി കൂട്ടി ഇണക്കി വ്യാപരിപ്പിക്കുവാൻ കഴിവുള്ളവനാണെന്ന് നാം വിശ്വസിക്കുമ്പോൾ, और जब हम इस बात को यकीन करते हैं कि परमेश्वर ये सब बातें मिलाकर इस प्रकार भलाई के लिए उत्पन्न कर सकता है, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അതിനെ തെളിയിക്കും. അന്ന് എനിക്ക് സംഭവിച്ചത് ഇന്ന് എനിക്ക് നന്മയ്ക്കാക്കി മാറ്റപ്പെട്ടു. उन बातों को हमारे जिंदगी के तजुर्बा और बातों के इस तजुर्बा के अनुसार हम उस बातों का गवाह ठहर सकते हैं कि उस दिन जो मेरे जिंदगी में बात हुई वो सब आज मेरे जिंदगी में भलाई के लिए उत्पन्न हुआ. തിരുവചനം നാം പരിശോധിക്കുമ്പോൾ അതിന് ധാരാളം തെളിവുകളുണ്ട്. और जब परमेश्वर का वचन हम पढ़ते हैं तब उसके लिए अनेक सबूत है. ഇസഹാക്കിന്റെ
കാഴ്ച ശക്തി തനിക്ക് നഷ്ടമായി തീർന്നു. इसहाक के जो नजर है, नजर की सामर्थ्य है, ताकत है, वो कम होते गया. തന്റെ പിതാവായ അബ്രഹാം 175 സംവത്സരം ജീവിച്ചിരുന്നു എന്ന് നാം വായിക്കുന്നു. हम जानते हैं कि उसका पिता अब्राहम 175 साल तक जिंदा रहा. എന്നാൽ അബ്രഹാമിന്റെ കണ്ണുകൾക്ക് കാഴ്ച കുറഞ്ഞു എന്ന് ഒരിടത്തും നാം കാണുന്നില്ല. मगर कहीं भी वचन में हम ये नहीं देखते हैं कि अब्राहम के नजर कम हो गया. എന്നാൽ തന്റെ മകനായ ഇസഹാക്കിന്റെ ജീവിതത്തിൽ അവന്റെ കണ്ണുകളുടെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി. मगर हम देखते हैं कि उसका बेटा इसहाक के जिंदगी में उसके नजर एकदम नष्ट हो गया. എന്തുകൊണ്ടാണ് ഇസഹാക്കിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുവാൻ കാരണമായത്? और इस प्रकार इसहाक का नजर क्यों कम हो गया? കാരണം ദൈവത്തിന്റെ ഒരു വാഗ്ദത്ത വചനം പുറകിൽ കിടപ്പുണ്ട്. क्योंकि परमेश्वर का एक प्रतिज्ञा उसके पीछे खड़ा है. മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നുള്ളതായ ദൈവത്തിന്റെ നിർണയം നടപ്പിൽ വരണമെങ്കിൽ बड़ा छोटे का सेवा करना है करके परमेश्वर की योजना अगर पूरा होना है तो ഇസഹാക്കിന്റെ കാഴ്ച നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. इसहाक की उस नजर खोने से ही वो बात तो पूरी होगी. ഇസഹാക്കിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് പെട്ടെന്ന് ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ച ഒരു വിഷയമല്ല. और इसहाक की जो नजर जो है वो खो गया, वो इस प्रकार अकस्मात में नहीं हुआ. അത് ദൈവത്തിന്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്ന വിഷയമാണ്. और वो परमेश्वर की योजना में पहले से ही रहने वाली बात थी. അതുകൊണ്ട് മൂത്തവരെ അനുഗ്രഹിക്കേണ്ട സ്ഥാനത്ത് ഇളയവൻ അനുഗ്രഹം പ്രാപിക്കുന്നതായിട്ട് നാം കാണുന്നു. और इसलिए हम देखते हैं कि जहां बड़ा लड़का को आशीष का पाना था, उसके जगह पे छोटा संतान आशीष पाता है. എസ്തേർ എന്ന ബാലികയുടെ അനാഥത്വത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. एस्तेर उस बालिका के उस बात को हम पढ़ते हैं. നമ്മുടെ ശോധനയുടെയൊക്കെ ഈ മുമ്പിൽ ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടെന്ന് നാം അറിയണം. हमारे परखने की और हमारे परीक्षा के सामने परमेश्वर का एक उद्देश्य है करके हम समझना है. ബെന്യാമീൻ ഗോത്രത്തിലെ മൊർദെഖായിയുടെ ചിറ്റപ്പന്റെ മകളായിരുന്നു ഈ ഹദസ എന്ന പെൺകുട്ടി. और बेन्यामीन गोत्र के मोर्देकाई के इस प्रकार छोटे भाई के बेटी थी इस एस्तेर. എസ്തേറിന്റെ പേര് പ്രാരംഭത്തിൽ ഹദസ എന്നായിരുന്നു. और उनका नाम पहले हदसा करके था. എന്നാൽ ആ ഹദസ ഇപ്പോൾ ജീവിതം മുൻപോട്ട് നയിച്ചു വന്നപ്പോൾ അവൾക്ക് മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ സ്നേഹമോ വാത്സല്യമോ കിട്ടാത്തവളായിട്ട് അവൾ ജീവിക്കുകയാണ്. और वो जो बेटी जो थी हदसा, वो जब बड़ी हो रही थी तो ना माता का ना पिता का प्रेम उसके पास था. ആ അനാഥ പെൺകുട്ടിയെ മൊർദെഖായി എടുത്തു വളർത്തുവാൻ തുടങ്ങി. उस अनाथ बेटी को मोर्देकाई ने अपने पास रखकर उसे उसके पाल पोषण करने लगा. അവളെ കണ്ടവരെല്ലാം പറഞ്ഞു, ഇത്ര ഹതഭാഗ്യയായ ഒരു പെൺകുട്ടി ജനിച്ചല്ലോ എന്ന്. और उसे देखने वाले सबने कहा कि इतनी खूबसूरत एक बेटी पैदा हुई. എന്നാൽ ഹദസയെ നോക്കുന്നവരെല്ലാം അവളോട് അനുകമ്പയോടുകൂടെ ഇടപെട്ടെങ്കിലും വളരെയധികം ഹൃദയത്തിൽ ദുഃഖമുള്ളവരായി അവളെ നോക്കിയപ്പോൾ വലിയവനായ ദൈവം തന്റെ ജീവിതത്തിൽ പ്ലാൻ ചെയ്തു വെച്ചിരുന്ന പദ്ധതിയെ നിവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. और हदसा से जो भी लोग व्यवहार करते थे वे सब इस प्रकार घृणा के साथ उससे इस प्रकार बैर रखकर उसके साथ व्यवहार करने के बावजूद परमेश्वर ने उसको परमेश्वर के उद्देश्य के लिए तैयार कर रहा था. അഹശ്വേരോശ് രാജാവിന്റെ പത്നിയായ വസ്തി ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് രാജ്ഞിയായി രാജ്ഞി പദത്തിൽ കൂട്ടി വരുത്തുവാൻ ദൈവം പദ്ധതി ചെയ്തിരുന്നത് ഈ എസ്തേറിനെയാണ്. और ahasuerus राजा के पत्नी वस्ती को जब उसके राजगद्दी से रानी के पद से हटा दिया गया तो परमेश्वर ने अपने योजना में उस रानी के स्थान को इस एस्तेर के लिए तैयार किया था. ഇസ്രായേൽ ജനത്തെ മുഴുവനായി കൊന്നൊടുക്കുവാൻ പ്ലാനും പദ്ധതിയും തയ്യാർ ചെയ്ത ഹാമാന്റെ സകല പ്രവർത്തനങ്ങളെയും നിർമൂലമാക്കിക്കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുവാൻ ഈ എസ്തേർ രാജാസനത്തിൽ അല്ലെങ്കിൽ രാജാവിന്റെ കൊട്ടാരത്തിൽ രാജ്ഞിയായി തീരേണ്ടത് ആവശ്യമായിരുന്നു. और इस्राएल के प्रजा को नाश करने के लिए, उन्हें मार डालने के लिए, घात करने के लिए, इस प्रकार हामान के उस योजना को तोड़ने के लिए परमेश्वर के योजना में इस प्रकार एस्तेर उस राज्य के रानी के रूप में आना जरूरी था. എസ്തേറിന്റെ അനാഥത്വം ആക്സിഡന്റലി സംഭവിച്ചതല്ല, പിന്നെയോ ദൈവത്താൽ വന്നതാണെന്ന് പിന്നീട് മനസ്സിലായി.
एस्तेर की उस अनाथ अवस्था जो है वो इस प्रकार अकस्मात का रूप में नहीं था, मगर वो परमेश्वर के द्वारा किया गया था करके बाद में मालूम पड़ा। അപ്പത്തിന്റെ വീടായ ബേത്ലഹേമിൽ പാർത്തിരുന്ന ഒരു കുടുംബം, रोटी के घर के रूप में कहलाने वाले उस बेथलेहेम में रहने वाला एक परिवार, അവിടെ പാർത്തിരുന്നപ്പോൾ അവിടെ ക്ഷാമമുണ്ടായി. और जब वहां रहते थे तो वहां अकाल हुआ। ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ മോവാബിലേക്ക് അവർ ഇറങ്ങിപ്പോകുവാൻ തീരുമാനിച്ചു. और जब उस अकाल से बचने के लिए वे उस जगह को छोड़कर मोआब की ओर जाने के लिए उन्होंने निर्णय लिया। എലീമേലേക്ക് നവോമി മഹളോൻ കില്യോൻ എന്ന രണ്ട് മക്കളുമൊത്ത് അവർ മോവാബിലേക്ക് ഇറങ്ങിപ്പോയി. एलीमेलेक, नओमी और उनके दो बेटे के साथ उन्होंने इस प्रकार बेथलेहम को छोड़कर मोआब की ओर गया। അവർ അവിടെ കടന്ന് ചെന്ന് കുറെ വർഷങ്ങൾ പാർത്തു. और वहां जाकर बहुत सालों तक, कुछ सालों तक वे उधर रहने लगे। എന്നാൽ അപ്പത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഈ കുടുംബത്തിന് യാതൊരു നേട്ടവുമല്ല, നഷ്ടം മാത്രമേ അവിടെ സംഭവിച്ചുള്ളൂ. उस रोटी के जगह से निकल कर गए हुए इस परिवार को देखिए, उसके जगह पर कुछ फायदा नहीं हुआ, उनके जिंदगी में कोई नुकसान नहीं हुआ। ആ ഒരു ഭവനത്തിൽ നിന്ന് 3 ശവപ്പെട്ടികൾ ഒന്നിനു പുറകെ ഒന്നായി ഇറങ്ങിപ്പോകുന്ന കാഴ്ച എല്ലാവരും കണ്ടു. और उस भवन से करीबन 3 शव के पेटी निकलते हुए, एक के पीछे एक निकलते हुए सब लोगों ने देखा। എല്ലാവരും പറഞ്ഞു ഈ കുടുംബം നശിച്ചു. और सब लोगों ने कहा कि ये जो परिवार है वो नाश हो गया, ഇനിയും രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ല. और अभी बचने का कोई मार्ग नहीं दिखता है। അവരെ താങ്ങുവാൻ ആരുമില്ല. उन्हें संभालने के लिए और कोई नहीं है। അവരെ സഹായിപ്പാൻ ഒരു പുരുഷ പ്രതിയും അവരുടെ കുടുംബത്തിലില്ല. उनके सहायता के लिए कोई पुरुष उस परिवार में अभी बाकी नहीं रहा। ഇങ്ങനെ അവർ നശിച്ചു പോകുമെന്ന് എല്ലാവരും വിധി പറഞ്ഞപ്പോൾ और जब सब लोगों ने इस प्रकार कहा कि इस प्रकार वे नाश हो जाएंगे, ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം परमेश्वर के वो योजना के अनुसार ഇതാ നവോമിയോടൊത്ത് രൂത്ത് കടന്നു വരുന്നു. यहाँ देखिए नओमी के साथ रूत आ रही है। അങ്ങനെ അവൾ കടന്നു വന്ന് ബോവസിന്റെ ഭാര്യയായി തീരുന്നു. और इस प्रकार वो आकर बोस के पत्नी हो जाती है। അങ്ങനെ അവളെ കുറിച്ച് പിന്നീട് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ 5 സ്ത്രീരത്നങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. അതിലൊരാളായി യേശു ക്രിസ്തുവിന്റെ വല്യമ്മച്ചി എന്ന പദം अलंकरिपान तकोणम അവളെ ദൈവം ഉപയോഗിച്ചു. और इस प्रकार हम रूत के बारे में बाद में हम परमेश्वर के वचन में पढ़ते हैं, यीशु मसीह के वंशावली में 5 स्त्रियों में से एक स्त्री के रूप में इनको परमेश्वर ने बनाया, इनका नाम उस वंशावली में आया और उसके बाद मसीह के दादी के रूप में ये आई। അവളുടെ ഭർത്താവ് മരിച്ചപ്പോൾ അവൾ മാറത്തടിച്ചു ഇങ്ങനെ കരഞ്ഞു കാണും, എന്നോട് ദൈവം എന്താ ഇങ്ങനെ ചെയ്തത്. और जब उसके पति गुजर गया तब उसने अपने छाती पीट कर रोई होगी कि परमेश्वर ने मेरे प्रति इस प्रकार क्यों व्यवहार किया। എന്നെ ഒരു ആശ്രയസ്ഥാനമില്ലാത്തവളാക്കി തീർത്തത്, അനാഥയാക്കി തീർത്തത് എന്താണ്? और क्यों मुझे परमेश्वर ने इस प्रकार मेरे को भरोसा रखने के लिए, टेकने के लिए कोई जगह नहीं रखा, इस प्रकार की परिस्थिति मेरे जिंदगी में क्यों आया। എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കാക്കി കൂട്ടി വ്യാപരിപ്പിക്കുന്നു എന്ന് പിന്നീട് അറിയുവാനിടയായി തീർന്നു. अगर फिर बाद में मालूम पड़ा कि परमेश्वर जिससे प्रेम करता है उनके लिए सारी बातें भलाई के लिए परमेश्वर मिलाकर उत्पन्न करता है। പലപ്പോഴും നമ്മളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ തകർന്നു പോകാറുണ്ട്, തളർന്നു പോകാറുണ്ട്. अक्सर हम हमारे जिंदगी में समस्याओं के बीच में हम थक जाते हैं, हम कमजोर हो जाते हैं। നമ്മളെ തളർത്തി കളയുന്ന അനേക വാക്കുകൾ നാം കേൾക്കാറുണ്ട്. हमें कमजोर करने वाले अनेक बातों को और बोलियों को हम सुनते हैं। മറ്റുള്ളവർ നമ്മളെ നിരാശപ്പെടുത്താറുണ്ട്. अक्सर दूसरे लोग हमें इस प्रकार निराश कर देते हैं। എന്നാൽ മറ്റുള്ളവരുടെ നടുവിൽ മാനിപ്പാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് നാം മറന്നു പോകരുത്. मगर हम इस बात को नहीं भूले कि दूसरों के सामने, औरों के सामने हमारे आदर करने के लिए सामर्थ्य उस परमेश्वर की हम सेवा में लगे हैं। മറ്റുള്ളവർ നമ്മെ താഴ്ത്തുന്നത്, നമുക്കെതിരായി സംസാരിക്കുന്നത്, നമുക്കെതിരായി പ്രവർത്തിക്കുന്നതിനൊരു കാരണമുണ്ട്. और दूसरे लोग हमारे विरुद्ध बात करते हैं, काम करते हैं, उसका एक कारण ये है। ദൈവവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു വിഷയം,
परमेश्वर के वचन जब हम परखते हैं, ढूंढते हैं, तो हम इस बात को समझ सकते हैं। അതിന്റെ കാരണം അസൂയയാണ്. അസൂയ. उसका कारण यह है कि डाह, അങ്ങനെ അസൂയ ഹൃദയത്തിൽ അങ്കുരിച്ചു കഴിയുമ്പോൾ മറ്റൊരു വ്യക്തിക്കെതിരായി സംസാരിക്കുകയും വേറൊരു വ്യക്തിയെ വീഴ്ത്തിക്കളയുവാൻ ശ്രമിക്കുകയും ചെയ്യും. इस प्रकार जब व्यक्ति के मन में डाह पैदा होता है, तब एक व्यक्ति दूसरे के विरुद्ध बात करने शुरू करता है और उसको गिराने की कोशिश करता है। ഈ അസൂയ എന്നാൽ എന്താണ്? इस डाह मतलब क्या है? അസൂയ എന്നാൽ എനിക്കില്ലാത്തതായ ഒന്നിനെ മറ്റൊരാളിൽ ഞാൻ കാണുന്നുവെങ്കിൽ, और मेरे अंदर ऐसे खूबी नहीं है जो औरों में मुझे दिखता है, ആ ആളിനോട് എനിക്ക് തോന്നുന്നതായ ഒരു പ്രത്യേക വികാരമാണ് അസൂയ എന്ന് പറയുന്നത്. उस प्रकार के लोगों के प्रति मेरे को कुछ अलग से और घृणा की भावना जो आता है, उसे डाह कहते हैं। അങ്ങനെ സഹോദരന്മാർക്കും അസൂയ തോന്നാം, ശത്രുവിനും അസൂയ തോന്നാം. और इस प्रकार भाइयों को भी के मन में डाह आ सकता है, दुश्मनों के मन में भी डाह आ सकता है। ഈ അസൂയയാൽ നിറയപ്പെട്ടവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ നീ കേൾക്കുമ്പോൾ നീ തളർന്നു പോകുവാനിടയുണ്ട്. और जब इस प्रकार डाह के मन वालों के मुंह से आप जब बातें सुनते हैं, तो हो सकता है आप निराश हो जाएंगे। ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, അവിടെ സഹോദരന്മാർ യോസഫിനോട് അസൂയുള്ളവരായി തീർന്നു. उत्पत्ति के किताब में हम देखते हैं कि यूसुफ के भाई लोगों ने यूसुफ के विरुद्ध डाह के विरुद्ध डाह थे। 37 അധ്യായത്തിലാണ് എല്ലാ വാക്യങ്ങളും വായിക്കുവാൻ ഇന്ന് സമയമെടുക്കുന്നില്ല. 33वीं अध्याय में हम उस बातों को देखते हैं, सारे वचनों को पढ़ने का समय नहीं है। സഹോദരന്മാർ യോസഫിനെ വെറുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. और हम पढ़ते हैं कि भाइयों ने यूसुफ से घृणा किया। അതിന്റെ കാരണം പിതാവ് യോസഫിനെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹിച്ചു എന്നുള്ളതായിരുന്നു. और उसका कारण ये था कि अन्य भाइयों से बढ़कर पिता ने यूसुफ से ज्यादा प्रेम रखा। ഈ ദൈവം സ്നേഹിച്ച ഒരു വ്യക്തിയെ സാത്താൻ കാണുമ്പോൾ അവനോട് വലിയ അസൂയ. परमेश्वर जिस व्यक्ति से प्रेम करता है, उस व्यक्ति को जब शैतान देखता है, तो शैतान को उस व्यक्ति के प्रति ज्यादा डाह होता है। മറ്റുള്ളവർ ഒരു വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അത് കാണുന്ന വ്യക്തിക്ക് വളരെ അസൂയ. और जब और लोग एक व्यक्ति को ज्यादा प्यार करते हुए अन्य व्यक्ति देखता है, तो उस व्यक्ति के प्रति इसको डाह होता है। യാക്കോബിന്റെ മക്കളായ 10 പേര് യോസഫിനോട് അസൂയമുണ്ട്, അസൂയോടുകൂടെ ഇടപെടുവാൻ തുടങ്ങി. याकूब के 10 संतान जो है, वे इस प्रकार याकूब यूसुफ से ज्यादा प्रेम रखने के कारण वे सब भाइयों ने यूसुफ से इस प्रकार डाह करते थे। യോസഫ് അവരോടൊന്നും ചെയ്തത് കൊണ്ടല്ല യോസഫിനോട് അസൂയ ഉണ്ടായത്. और यूसुफ ने उन भाइयों के विरुद्ध कुछ काम करने के कारण उन भाइयों को यूसुफ के प्रति डाह नहीं था। ഒന്നാമത്തെ കാര്യം പിതാവ് യോസഫിനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. सबसे पहला कारण यह था कि पिता ने यूसुफ से प्रेम किया। അപ്പന്റെ സ്നേഹം യോസഫ് അനുഭവിച്ചത് കൊണ്ട് ഉണ്ടായതായ അസൂയാണത്. और पिता का प्रेम यूसुफ ने अनुभव किया, इस कारण वहां डाह भाइयों के मन में था। പാട് ശൂന്യവുമായി കിടന്ന് നഷ്ടപ്രായമായി തീർന്നതായി ഭൂമിയിൽ ദൈവ പ്രവൃത്തി ഉണ്ടായി. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഇവിടെ ആക്കി കഴിഞ്ഞപ്പോൾ ശത്രു ഇത അസൂയോട് അവന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. इस प्रकार खाली और शून्य रहने वाले पृथ्वी को परमेश्वर ने इस प्रकार उपयोगी बनाया और उसके अंदर जीव जंतुओं को लगाकर मनुष्य का सृजा। मगर अभी देखिए, मनुष्य के बीच में इस प्रकार डाह करने लगे। ഇനിയും പൊങ്ങി വരികയില്ല, പ്രകാശം ഉണ്ടാകുകയില്ല, അന്ധകാരം മാറുകയില്ല എന്നൊക്കെ വിധി പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥാനത്ത് പ്രകാശം ഉണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ആ മാത്രയിൽ വെളിച്ചമുണ്ടായി. ഓരോന്നിനെയും സൃഷ്ടിച്ചു കൊണ്ടുവന്ന ഒടുവിലായി മനുഷ്യരെയും ഉണ്ടാക്കി ഏതൻ തോട്ടത്തിൽ കൊണ്ടാക്കിയപ്പോൾ ഇതാ ശത്രു നോക്കി അവന് അസൂയുണ്ടായി. और देखिए, जब अभी अंधकार की जगह है और इस प्रकार की निराश की बातें हैं और अभी इस हमारे लिए कोई रास्ता आगे नहीं खुलेगा, इस प्रकार की विधि और नियम और इस प्रकार की बातें जब हमारे सामने रखा गया, लोगों ने इस प्रकार हमें इस प्रकार घृणा करने लगा, डाह करने लगा। उन सारे बातों को छोड़कर परमेश्वर के उस वचन के अनुसार अभी प्रकाश हो जाए, अभी उजाला हो जाए करके उस वचन के सामने पृथ्वी पर प्रकाश आने लगा। അങ്ങനെയാണ്
ആദമിനെയും ഹവ്വയെയും പിശാച് വഞ്ചിക്കുന്നത്. और उस प्रकार देखिए आदम और हव्वा को शैतान परीक्षा करता है. അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ശത്രു വളരെ സന്തോഷിച്ചു. और इस प्रकार जब उन दोनों को जब उस एदन के वाटिका में से बाहर निकाला गया तब उस बात पर शैतान बहुत आनंद मनाया. തോട്ടത്തിന്റെ വാതിൽക്കൽ ഇതാ കാവൽക്കാർ നിൽക്കുന്നു, ഇനി തോട്ടത്തിലേക്ക് അവർക്ക് പ്രവേശനമില്ല എന്നവൻ പറഞ്ഞു. और परमेश्वर ने कहा कि अभी वाटिका के बाहर संभालने वाला खड़ा है, अभी आपको उस वाटिका के अंदर प्रवेश नहीं है करके परमेश्वर ने कहा. എന്നാൽ കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ച് അടയ്ക്കപ്പെട്ട വാതിൽ വലിയവനായ ദൈവം തുറന്നു കൊടുത്തു. मगर समय के पूर्ति में स्त्री के संतान के रूप में अपना एकलौता बेटा को पिता परमेश्वर ने इस संसार के लिए मानव जाति की उद्धार के लिए छोड़ दिया. ഇതാ എല്ലാവർക്കുമായി സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ടു. और इस प्रकार देखिए सबके लिए स्वर्ग के द्वार खुल गए. കർത്താവിനുള്ള വിശ്വാസത്താൽ നാനാ ജാതിയിലും നാനാ ഭാഷയിലും എല്ലാ ദേശങ്ങളിൽ നിന്നും കൂട്ടമായി ജനങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി. मसीह पर भरोसा रखते हुए अनेक देशों से, अन्य जातियों से, अनेक जगहों से, विभिन्न भाषाओं में बात करने वाले लोग अभी मसीह के सन्मुख में उसकी उपस्थिति को महसूस करने आए. ഇത് കണ്ടപ്പോൾ സാത്താൻ ഒട്ടും തന്നെ അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ये सब बातें जब दुश्मन शैतान ने देखा तब उसको ये बातें सब पसंद नहीं आई. ഇസ്രായേൽ ജനത്തോട് അവരെ നിർമൂലമാക്കുവാൻ ശത്രു പ്ലാൻ ചെയ്ത് പ്രവർത്തിച്ചെങ്കിലും അസാധ്യമായില്ല. इस्राएल के प्रजा को शैतान ने नाश करने के लिए और एकदम नहीं रहने के लिए, उनको मिटा देने के लिए शैतान ने बहुत उनके विरुद्ध काम किया. പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവസഭയുടെ ആരംഭം മുതൽ തന്നെ ശത്രു ദൈവസഭയെ മുടിച്ചു കളയുവാൻ എല്ലാ ശ്രമങ്ങളും നടത്തി. और हम देखते हैं कि नए नियम में जब आते हैं तब परमेश्वर की उस कलीसिया को नाश करने के लिए, शुरुआत के समय के कलीसिया को नाश करने के लिए दुश्मन ने, शैतान ने बहुत कोशिश किया. എന്നാൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുന്ന ഇല്ല എന്നരുളി ചെയ്ത വലിയവരായ ദൈവം നമ്മളെ നടത്തി വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. मगर मैं मेरे कलीसिया को बनाऊंगा, अधोलोक के फाटक का उस पर प्रभुता नहीं करेगा करके कहा हुआ हमारा परमेश्वर हमारे कलीसिया को और हमको विजेता की ओर चलाया. ദൈവ സ്നേഹം അനുഭവിക്കുന്നത് ശത്രുവിന് ഒട്ടും ഇഷ്ടമല്ല. और हम जो परमेश्वर का प्रेम अनुभव करते हैं वो दुश्मन शैतान उस बात से पसंद नहीं करता है. ദൈവ സ്നേഹം നാം അനുഭവിക്കുന്നതും ദൈവ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു ജീവിക്കുന്നതും ശത്രുവിന്റെ കിങ്കരന്മാർക്കും ഒട്ടും താല്പര്യമില്ല. और हम जो परमेश्वर के प्रेम को अनुभव करके उसके आशीषों को और उसके भलाइयों को अनुभव करते हुए हम जीते हैं, और शैतान के चेलों को भी ज्यादा पसंद नहीं आता है. ജോസഫിനോട് അസൂയ തോന്നുവാനുള്ളതായ രണ്ടാമത്തെ കാര്യം പെട്ടെന്ന് തൊടുകുറിയായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, അവന്റെ പിതാവ് അവനൊരു കളർഫുൾ കോട്ട്, ഒരു നിലയങ്കി ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. और इस प्रकार यूसुफ के भाइयों को उसके प्रति डाह करते थे. उसका दूसरा कारण मैं आपको जल्दी बताता हूँ कि यूसुफ के पिता ने यूसुफ को एक अच्छा पोशाक, रंग बिरंगी पोशाक तैयार करके दिया. അപ്പോൾ മറ്റുള്ളവർക്കില്ലാത്ത നിറമുള്ള ഒരു വസ്ത്രം നീ ധരിക്കുന്നത് കാണുമ്പോഴും ഞാൻ ഈ പുറമേയുള്ള വസ്ത്രത്തെ കുറിച്ചല്ല പറയുന്നത്, പിന്നെയോ നിനക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേകമായ വസ്ത്രം കാണുമ്പോൾ സാത്താൻ അത് ഇഷ്ടമല്ല. और जब आपको इस प्रकार रंग बिरंगी श्रेष्ठ और पोशाक जब आपको मिलता है, मैं आपको बाहरी पहनने वाले उस वस्त्र के बारे में नहीं कहता हूँ, आत्मिक विषय में कहता हूँ. आपको इस प्रकार की श्रेष्ठ बात जब मिलता है, शैतान को उन बातों को वो पसंद नहीं करता है. സഹോദരന്മാർ ജോസഫിനെ ദൂരെ കണ്ടപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, ഇതാ സ്വപ്നക്കാരൻ വരുന്നു, അവനെ പിടിച്ച് അവന്റെ വസ്ത്രം അഴിച്ചെടുക്കുകയാണ് അവർ ആദ്യമേ ചെയ്തത്. और जो ही जैसे उन्होंने अपने भाई दूर से आते हुए देखा, तब उसे निकट आने से पहले उसको पकड़कर उसके पोशाक को निकाल देते हुए हम पढ़ते हैं. കർത്താവ് തന്റെ മക്കൾക്ക് നൽകിയിരിക്കുന്ന വിശേഷ വസ്ത്രങ്ങൾ പലതുണ്ട്. परमेश्वर ने, मसीह ने अपने प्रजा के लिए, अपने संतानों के लिए दिए हुए खास पोशाक अनेक हैं. നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വസ്ത്രം നീതിയുടെ വസ്ത്രം എന്നാണ് അതിന്റെ പേര്, നീതിയുടെ വസ്ത്രം. और उसमें एक जो है धर्मी का पोशाक. നമുക്ക്
നമ്മളെ നീതിമാന്മാരാക്കി കർത്താവ് തീർത്ത് നീതിയുടെ വസ്ത്രം നമ്മുടെ മേൽ ഇടിച്ചിരിക്കുകയാണ്. मसीह ने हमें धर्मी ठहराकर हमारे ऊपर धार्मिकता के उस वस्त्र को पहनाया है. രണ്ടാമത്തെ വസ്ത്രം ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്നത് സ്തുതി എന്ന മേലാടയാണ്. ദൈവത്തെ ആരാധിച്ചും മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ളതായ ആ മേലാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. दूसरा जो पोशाक परमेश्वर ने अपने प्रजा के लिए दिया है वो स्तुति रूपक पोशाक है. वो पहनकर परमेश्वर की स्तुति और महिमा हमें करना चाहिए. തന്റെ മക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന മൂന്നാമത്തെ ഒരു വസ്ത്രം ഉത്സവ വസ്ത്രം എന്നാണ് അതിന്റെ പേര്. और परमेश्वर ने अपने प्रजा को अपने संतानों को दिया हुआ तीसरा पोशाक ये है उत्सव या पर्वों का पोशाक. സന്തോഷത്തെ പ്രകടമാക്കുന്ന വസ്ത്രമാണ്. और ये आनंद को दिखाता है, आनंद को प्रकट करने वाली पोशाक है. പ്രിയ ദൈവമക്കളെ, ഈ വിധത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്നത് ശത്രു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. प्रिय अजीजों, इस प्रकार की वस्त्र पहनकर जब चलते फिरते हैं तब शैतान को कभी पसंद नहीं आता है. നാം ദൈവത്തെ കഷ്ടതയുടെ നടുവിൽ പാടി മഹത്വപ്പെടുത്തുന്നത് ശത്രുവിന് ഇഷ്ടമല്ല. हम हमारे कष्टता के बीच में परमेश्वर की गुणगुण गाते हुए उसकी महिमा करते हैं, वो कभी शैतान को पसंद नहीं आता है. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മുടെ മുഴങ്കാലിൽ നിൽക്കുന്നത് ശത്രു കാണുമ്പോൾ അവന് ഇഷ്ടമല്ല. हमारे समस्याओं के बीच में घुटने टेकते हैं, वो शैतान जब देखता है तो उसे इन बातों को पसंद नहीं करता है. നമ്മള് ദൈവത്തെ സ്തുതിക്കുന്നത് ശത്രുവിന് ഇഷ്ടമല്ല. हम परमेश्वर की स्तुति करते हैं, वो शैतान उस बातों को पसंद नहीं करता है. തന്റെ സഹോദരന്മാർ യോസഫിനെ വെറുക്കുവാനുണ്ടായ മറ്റൊരു കാരണം ആ ദൈവദിനത്തിൽ ഞാൻ കണ്ടത് അവന് ദൈവത്താൽ ലഭിച്ചതായ ദർശനമായിരുന്നു. और अपने भाइयों ने यूसुफ के प्रति डाह किया, उसका तीसरा कारण मैंने देखा है कि यूसुफ को परमेश्वर का दर्शन मिला था. ഈ ദർശനം പ്രാപിച്ചവന്റെ ദർശനം അവൻ പ്രസ്താവിച്ചപ്പോൾ മുതൽ അവനോട് വലിയ അസൂയ തന്റെ സഹോദരന്മാർക്കുണ്ടായി. जो व्यक्ति ने दर्शन देखा वो जब से अपना दर्शन को अपने भाइयों को बताया तब से उनके भाइयों ने उसे सताने लगा. മറ്റുള്ളവർക്കില്ലാത്ത ഒരു ദർശനം ദൈവത്തിന്റെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ, अगर अन्य कोई व्यक्ति के पास उपलब्ध नहीं है इस प्रकार के एक दर्शन अगर परमेश्वर ने आपके हृदय में दिया है तो ആ ദർശനം നീ കണ്ട മാത്രം മുതൽ നീ അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ, उस दर्शन जब से आपने देखा उस समय से अगर आप उस दर्शन के लिए प्रार्थना करते हैं तो ചിലപ്പോൾ 13 വർഷങ്ങൾ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. हो सकता है लंबी 13 साल उसके विरुद्ध काम आपके जिंदगी में होते रहते होंगे. നീ പൊട്ടക്കിണറ്റിൽ വീഴ്ത്തപ്പെടാം. आप बड़े कुएं में जिसमें पानी नहीं है इस प्रकार की खड्डे में आपको डाला जाता होगा. നിന്റെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തതായ ആ തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് ഒത്തിരിപേരുടെ ഭവനത്തിൽ നിന്റെ പേര് മോശമാക്കുവാനുള്ള ഉപാധികളെല്ലാം ശത്രു മെനഞ്ഞെടുത്തെന്ന് വരാം. हो सकता है आपके विचारों के उस पार उसके विरुद्ध आपने नहीं किया ऐसे गलत इंजाम आपके ऊपर डालकर पोतीफेर के घर में से आपको निकालने की अवस्था को भी आपको झेलना पड़े. നീ കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിൽ കിടക്കേണ്ടതായിട്ട് വരാം. हो सकता है बंदीगृह के अंदर आपको बंद कर दे. 17ാമത്തെ വയസ്സിൽ ദൈവം ഒരു ദർശനം നൽകി. 17वीं आयु में परमेश्वर ने उसे दर्शन दिया. എന്നാൽ പിന്നീടുള്ള അവസരങ്ങളിൽ ഈ ദർശനക്കാരന് യാതൊരു ദർശനവും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. मगर उसके बाद आगे के समय में इस सपना देखने वाले को परमेश्वर की ओर से कोई दर्शन नहीं मिलता है. അവന്റെ പ്രതികൂലത്തിന്റെ വേളയിൽ ദൈവത്തിൽ നിന്ന് ഒരു ദർശനവും ലഭിക്കുന്നില്ല. उसको उसके प्रतिकूल की परिस्थिति में परमेश्वर की ओर से कोई दर्शन नहीं मिलता है. നിന്റെ വേദനയുടെ വേളയിൽ ഇന്ന് നിന്നോട് ദൈവം സംസാരിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ, हो सकता है आपको ऐसा लगता हो कि आपकी दर्द की अवस्था के बीच में परमेश्वर आपसे बात नहीं कर रहा है. നിന്റെ വേദനയുടെ വേളയിൽ ദൈവം ഒരു ദർശനം നിനക്ക് നൽകുന്നില്ലെന്ന് ചിന്തയുണ്ടെങ്കിൽ, हो सकता है कि आप इस प्रकार विचार करते होंगे कि आपके दर्द की अवस्था के बीच में आपको परमेश्वर बात नहीं कर रहा है या कोई दर्शन नहीं दे रहा है. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. वायदा किया हुआ प्रतिज्ञा किया हुआ परमेश्वर विश्वास योग्य है. അവൻ വാക്ക് മാറാത്തവനാണ്. वो कभी अपने बातों से मुखरता नहीं है. ദർശനത്തിന് അവനൊരു അവധി വെച്ചിരിക്കുന്നു. दर्शन का एक सीमा रखा है അത് സംഭവിക്കുക തന്നെ ചെയ്യും. और वो जरूर पूरा होगा. ഇതാ കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിൽ കിടക്കുന്നതായ യോസഫ്, यहाँ देखिए बंदीगृह के अंदर रहने वाला यूसुफ, പിന്നിട്ടതായ ദീർഘവർഷങ്ങൾ യാതൊരു ദർശനവും ഇല്ലാതെ യാതൊരു ശബ്ദവും ദൈവത്തിൽ നിന്ന് കേൾക്കാതിരിക്കുമ്പോൾ, बिताए हुए इतने लंबे साल जब परमेश्वर से कोई आवाज नहीं और कोई दर्शन नहीं, उस प्रकार जीते समय അവൻ ദൈവത്തെ അവിശ്വസിക്കുന്നില്ല. वो परमेश्वर को कभी भी अविश्वास नहीं करता है.
അവൻ ദൈവത്തോട് അടുത്ത് തന്നെ ജീവിക്കുകയാണ്. वो परमेश्वर के और निकट ही जिंदगी बिताता है. ഈ ദിവസങ്ങൾ ജീവിത പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോൾ, इन दिनों में जिंदगी के प्रतिकूल परिस्थितियों से गुजरते समय, ഈ സാഹചര്യത്തിൽ ദൈവം തന്റെ ആലോചന എന്നോടൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നെങ്കിൽ, इन परिस्थितियों के बीच में अगर परमेश्वर अपने सलाह को मुझ तक पहुंचाया होता, तो अगर इस प्रकार विचार करते हैं तो ദൈവ സ്വപ്നത്തിൽ കൂടെയോ ദർശനത്തിൽ കൂടെയോ എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, എന്നെ ഹൃദയംഗമായി ആഗ്രഹിക്കുന്നെങ്കിൽ, अगर परमेश्वर ने स्वप्न के द्वारा, दर्शन के द्वारा मुझसे बात किया होता, तो करके विचार करने वाले और इच्छा करने के बीच में, അത് ലഭിക്കാതെ ഇരിക്കുമ്പോൾ ഹൃദയം ക്ഷീണിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. वो जब प्राप्त नहीं होता है, हम पाते नहीं हैं, तब हो सकता है हमारा हृदय व्याकुल हो जाए. അങ്ങനെ ഹൃദയത്തിൽ ക്ഷീണമുണ്ടാകുമ്പോൾ, और जब उस प्रकार हृदय में व्याकुलता और कमजोरी अवस्था हम महसूस करते हैं, നാം ഒരു കാര്യം നന്നായി അറിയണം, നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. हमें एक बात को सही रीति से पहचानना है कि हमें बुलाया हुआ परमेश्वर विश्वास योग्य है. അവൻ വഴിയിൽ അലയുവാൻ ഇടവരുത്തുന്ന ദൈവമല്ല. वो कभी हमें मार्ग में त्यागेगा नहीं. ഏലിയാവ് ഇപ്പോൾ ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുകയാണ്. यह देखिए, अभी वो झाड़ के नीचे पड़ा है. അല്പസമയം മുമ്പ് സ്വർഗത്തിൽ നിന്ന് ഒറ്റ പ്രാർത്ഥനയാൽ തീയിറക്കിയവനാണ് ഈ ഏലിയാവ്. कुछ क्षण पहले स्वर्ग की ओर प्रार्थना करते हुए आग को उतारा हुआ व्यक्ति है ये. എന്നാൽ ഇപ്പോൾ ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുമ്പിൽ ഭയന്ന് വിറച്ചു കിടക്കുകയാണ്. मगर अभी देखिए, एक स्त्री के आवाज के सामने, बोली के सामने इस प्रकार भयभीत होकर कांपते हुए पड़ा है. പ്രിയ ദൈവമക്കളെ, നമ്മളെ പലപ്പോഴും ആത്മീകമായ ജീവിതത്തിൽ ക്ഷീണിപ്പിച്ചു കളയുന്നത് പലരുടെയും വാക്കുകളാണ്. और प्रिय अजीजों, हमें आत्मिक जिंदगी में अक्सर लोगों के बोली के द्वारा हम कमजोर हो जाते हैं. മോശ ഒരിക്കൽ ജനത്തോട് പറഞ്ഞു, ഭയവും ഭീരുത്വവും ഉള്ളവരെല്ലാം വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞു. और एक बार मूसा ने प्रजा से कहा कि जो डरते हैं और जो भयभीत हैं, वे लोग पीछे हट जाएं. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, അമാലേക്ക് കടന്നു വന്ന് അവരുടെ മധ്യത്തിൽ ക്ഷീണിച്ചിരുന്ന തളർന്നിരുന്നവരെ എല്ലാവരെയും യുദ്ധത്തിൽ തോൽപ്പിച്ചു കളഞ്ഞു. व्यवस्था में हम पढ़ते हैं कि अमालेकियों ने आकर उनके बीच में जो कमजोर और इस प्रकार ढीले अवस्था में था, उनको घात कर दिया. ദൈവമക്കളുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ തളർച്ച ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. परमेश्वर के प्रजा के जिंदगी में आत्मिक निर्बलता लाने वाली दो बातें हैं. അത് ഭയവും അവിശ്വാസവുമാണ്. भय और अविश्वास. അതിൽ ഭയത്തിന് രണ്ട് കാര്യങ്ങളുണ്ട്. उस प्रकार उसमें भय का दो बातें हैं. ഒന്ന് കണ്ടിട്ടുള്ള ഭയം, एक कारण का भय, രണ്ട് കേൾവിയാലുള്ളതായ ഭയം. ओके, एक पहला जो है वो देखने के वजह से भय और दूसरा सुनने की वजह से भय. ഇതാ ഒന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ ഏലാ താഴ്വരയിലെ ഒരു യുദ്ധത്തെ കുറിച്ച് കാണുന്നു. पहला सामुएल के पुस्तक में जब हम आते हैं तो एला के उस तराई में एक युद्ध के बारे में हम पढ़ते हैं. അവിടെ ഒരു വലിയ മനുഷ്യൻ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്. वहां एक बड़ा व्यक्ति इस प्रकार खड़ा रहकर ललकार रहा है. അവനൊരു രാക്ഷസനാണ്. और वो एक राक्षस है. ഏകദേശം 10 അടിയോളം നീളം അവനുണ്ട്. करीबन 10 फीट लंबा है वो. അതുപോലെ തന്നെ അവന് 3-4 പേര് കൂടി പിടിച്ചാൽ വെക്കുവാൻ കഴിയാത്തതായ വലിയൊരു കുന്തമാണ് അവന്റെ കയ്യിലിരിക്കുന്നത്. और इस प्रकार 2 या 3 जन उठा नहीं सकते, इस प्रकार का एक बड़ा बोझ वाला, वजन वाला एक ढाल उसके हाथ में है. ഇത്ര അഹോഗാത്രനായ ഈ മനുഷ്യൻ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുകയാണ്. इस प्रकार ये भयानक व्यक्ति खड़ा रहकर इस्राएल के प्रजा को ललकार रहा है. അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ശൗലിന്റെ പടജനമെല്ലാം പേടിച്ചോടുവാൻ തുടങ്ങി. उस व्यक्ति को देखते ही शाऊल के सिपाही लोग इस प्रकार डर कर भागने लगे, पीछे हटने लगे. രണ്ടാമതായിട്ട് അവൻ ഭയപ്പെടുത്തുന്ന അവന്റെ ശബ്ദത്തിൽ കൂടെയാണ്. और दूसरा, वो अपने आवाज से लोगों को डरा रहा था. അവനോട് യുദ്ധം ചെയ്യുവാൻ ദാവീദ് അടുത്ത് ചെല്ലുമ്പോൾ, और जब उसके विरुद्ध युद्ध करने के लिए दाऊद उनके निकट जाता है, ദാവീദിനെ അവൻ നിന്ദിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. हम पढ़ते हैं कि उन्होंने दाऊद को निंदित किया. എങ്ങനെയാണ് നിന്ദിച്ചത്? इस प्रकार उसका मजाक उड़ाया. നീ ഒരു ബാലനാണ്, നീ ഒരു മടിയുമായി എന്റെ നേരെ വരുന്നത് ഞാൻ ഒരു നായാണോ എന്നാണ് ചോദിച്ചത്. तू क्या एक बालक है और तू एक लकड़ी लेकर मेरे विरुद्ध आने के लिए क्या मैं एक कुत्ता हूँ करके सवाल किया. നീ ഇങ്ങോട്ട് വാ, ഇന്ന് നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഞാൻ കൊടുക്കാൻ പോകുകയാണ്.
तू मेरे विरुद्ध आ जा, मेरे नजदीक आ जा, मैं तुझे काट कर तेरे मांस को आकाश के पक्षियों को डाल दूंगा करके उससे ललकारता है। ഇവരെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഭയന്ന് വിറച്ചിരിക്കുകയാണ്. और इस व्यक्ति को देखकर लोग इस प्रकार डर कर भयभीत होकर रहते हैं। ഇവരോട് പോരാടുവാൻ വാസ്തവത്തിൽ ഇസ്രായേലിയരുടെ ഇടയിൽ ഒരുവനാണുള്ളത്. അത് ഇസ്രായേൽ മക്കളുടെ നടുവിൽ ഏറ്റവും ഉയരമുള്ള ശൗലാണ് വാസ്തവത്തിൽ ഇവനോട് പോരാടുവാൻ ഇറങ്ങിച്ചെല്ലേണ്ടത്. वास्तव रूप में इस दुश्मन के साथ लड़ने के लिए लायक इस्राएल प्रजा में केवल एक ही व्यक्ति है, शाऊल है, जो सबसे ऊंचा है। और शाऊल इस व्यक्ति से युद्ध करने के लिए इसके विरुद्ध निकलकर जाना है। എന്നാൽ ശൗൽ ഇപ്പോൾ ഭയന്ന് തന്റെ കൊട്ടാരത്തിൽ ഇരിക്കുകയാണ്. मगर देखिए शाऊल भयभीत होकर अपने राजमहल में रहता है। മണജനമെല്ലാം ഇവന്റെ ആക്രോശ ശബ്ദം കേട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. सेना के लोग इस प्रकार इसके गरजने की आवाज को सुनकर भयभीत होकर दौड़ रहे हैं। അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ദാവീദ് ഓടി ചെല്ലുകയാണ്. और देखिए तब आप परमेश्वर की आत्मा से भरपूर दाऊद उसके विरुद्ध दौड़ कर जाता है। ശൗലും മണജനവും കണ്ട ഗോലിയാത്തിനെയാണ് ഈ ദാവീദും കണ്ടത്. शाऊल और अपने सेना ने जिस दुश्मन को देखा उसी गोलियात को दाऊद ने भी देखा है। എന്നാൽ ദാവീദിന് പറയുവാനുള്ള നീ നിന്റെ ആയുധങ്ങളുമായി എന്നോട് പോരാടുവാൻ വരുന്നുവെങ്കിലും मगर दाऊद के पास ये बोलने के लिए है कि तू तेरे हथियारों के साथ मेरे विरुद्ध लड़ने के लिए आने के बावजूद ഞാൻ നിന്റെ നേരെ വരുന്ന ഒരു നാമവുമായിട്ടാണ്. मगर मैं तेरे विरुद्ध एक नाम से आता हूं। നീ നിന്ദിച്ച സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ കടന്നു വരുന്നു. जिस परमेश्वर को तूने निंदा किया उस सेनाओं के प्रभु परमेश्वर के नाम से मैं तेरे विरुद्ध आता हूं। പ്രിയ ദൈവമക്കളെ, ശത്രുവിന്റെ ആക്രോശ ശബ്ദങ്ങളൊക്കെ കേട്ട് പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നമ്മൾ തളർന്നു പോകുവാനിടയുണ്ട്. प्रिय अजीजों, दुश्मन के उस गरजने वाले शब्दों को सुनकर हम अक्सर जिंदगी में भयभीत हो जाते हैं। ശത്രുവിന്റെ ആ ഭാഷാ ശൈലികളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചഞ്ചലപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. इस प्रकार दुश्मन के उस भाषा के शैलियों को अलग अलग शैलियों को जब हम सुनते हैं तब हम हो सकता है जिंदगी में डर जाते होंगे, भयभीत हो जाते होंगे। എന്നാൽ അവന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ നിന്നെ നിർത്തുന്നത് നിനക്ക് ദൈവം നൽകിയ അഭിഷേകമാണ് നിർത്തുന്നത്. मगर उसके ललकारने के सामने, उसके चुनौती के सामने परमेश्वर ने तुझे दिया हुआ उस अभिषेक और परमेश्वर तुझे खड़ा रखता है। അപ്പോൾ ശബ്ദം കൊണ്ടാണ് നിരാശ ഉണ്ടായതെങ്കിൽ, ശബ്ദം കേട്ടിട്ടാണ് തളർന്നു പോയതെങ്കിൽ, ശബ്ദം കൊണ്ട് തന്നെ ദൈവം നമ്മളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. अगर आवाज सुनकर आप निराश हो जाते हैं, आवाज सुनकर आप निर्बल हो जाते हैं, तो परमेश्वर उस आवाज के द्वारा ही आपको सामर्थ्य भी दे सकता है। റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, रोमियों की पत्री 10वीं अध्याय उसकी 17वीं वचन में हम पढ़ते हैं, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. तो विश्वास सुनने से और सुनना मसीह के वचन से होता है। ശത്രു ഒരു ഭാഗത്ത് നിന്ന് എന്തെല്ലാം പറഞ്ഞാലും, दुश्मन एक तरफ खड़ा रहकर कुछ भी क्यों न कहे, ശത്രുവിന്റെ വെല്ലുവിളികൾ എത്ര വലുതായിരുന്നാലും, उसका चुनौती और ललकारने की अवस्था कितना भी बड़ा क्यों न हो, ദൈവം നിന്നോടൊരു വാക്ക് സംസാരിച്ചാൽ നിന്നെ ഉറപ്പിക്കുവാൻ അതിന് ശക്തിയുണ്ട്. परमेश्वर अगर आपसे एक बात करता है तो वो आपको दृढ़ देने के लिए और आपको हियाव देने के लिए वो काफी है। ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുമ്പോൾ एलिया जब वो उस झाड़ के नीचे पड़ा रहता है तब ദൈവം അവനെ ഉറപ്പിക്കുകയാണ്. परमेश्वर उसे हियाव दे रहा है। ഏലിയാവേ, നിനക്കിനി ദൂരയാത്ര ചെയ്യുവാനുണ്ട്. हे एलिया, तुझे अभी लंबा सफर करना है। അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഏലിയാവിനൊരു നവജീവൻ ഉണ്ടായി. और जब उस बात को उन्होंने सुना तब एलिया के अंदर एक नया सामर्थ उसने पाया। ഈ ദിവസങ്ങളിൽ ശത്രുവിന്റെ വെല്ലുവിളികൾ കേട്ട്, ശത്രുവിന്റെ ആക്രോശങ്ങൾ കേട്ട് തളർന്നു കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ദൈവ ശബ്ദം കേൾക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. अगर इन दिनों में दुश्मन के उस ललकारने की और चुनौती की आवाज को सुनकर हम निर्बल अवस्था में हैं, तो परमेश्वर की उस आवाज को सुनकर हम हियाव और सामर्थ्य पाने के दिन बन जाए। ഇസ്രായേൽ ചെങ്കടൽ തീരത്ത് നിലവിളിക്കുകയാണ്. इस्राएल की प्रजा लाल समुद्र के किनारे खड़े रहकर पुकार रहे हैं। അവർ പറയുകയാണ്, ഞങ്ങളെ ഇവിടെ കൊല്ലാനാണോ കൊണ്ടുവന്നത്? वे कहते हैं कि क्या हमें मार डालने के लिए यहाँ ले आए हो? എന്നാൽ യഹോവയുടെ ശബ്ദം അവിടെ കേൾക്കുവാനിടയായി. मगर हम देखते हैं कि परमेश्वर की आवाज उन्होंने वहां सुना। മോശ ജനത്തോട് വിളിച്ചു പറയുകയാണ്, मूसा ने प्रजा से कहता है, ഇന്ന് കണ്ടതായ മിസ്രയീമിനെ ഇനി ഒരു നാൾ നീ കാണുകയില്ല.
आज देखा हुआ इस मिस्र को अभी कभी भी तुम देखेंगे नहीं। ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്നതിനെ നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. और आज जो परमेश्वर आपके लिए करने वाले हैं उन बातों को तुम देख लो। വെള്ളം കൊണ്ട് ദൈവം മതിൽ കെട്ടി തന്റെ ജനത്തെ അതിന്റെ നടുവിൽ കൂടെ അക്കരെ കൊണ്ടെത്തിച്ചു. पानी के द्वारा साथ परमेश्वर ने दीवार खड़ा किया और अपने प्रजा को उस रास्ते से पानी को रोकते हुए उस रास्ते से उस पार पहुंचाया। നിലവിളിച്ചുകൊണ്ടിരുന്ന ജനത്തെ ഉറപ്പിക്കുവാൻ ദൈവം പറയുന്നു, നിങ്ങൾ നിലവിളിക്കാതിരിപ്പീൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. इस प्रकार परमेश्वर को पुकारने वाले प्रजा को परमेश्वर इस प्रकार बात करके हियाव देता है कि आप इस प्रकार पुकारने के लिए और गिनती करने की जरूरत नहीं है, रोने की जरूरत नहीं है, आप खाली मेरे कामों को देखते रहो। അക്കരെ യാത്രയ്ക്ക് പോയതായ ശിഷ്യന്മാരുടെ പടകിൽ കൊള്ളക്കമുണ്ടായി, കൊടുങ്കാറ്റടിച്ചു, അവർ ഭയന്ന് വിറക്കുകയാണ്. इस प्रकार उस चेलों ने जब उस नाव में यात्रा कर रहे थे, उन नाव के विरुद्ध हवा और आंधी आई। ആ തിരമാലകളുടെ മുകളിൽ കൂടെ നടന്നു ചെല്ലുന്ന യേശുവിനെ അവർ കണ്ടു. और जब उस अवस्था में वे भयभीत थे, तब उस आंधी के बीच में चलकर उनके पास आने वाला निकट आने वाला यीशु को उन्होंने देखा। യേശു വിളിച്ചു പറയുക, ഭയപ്പെടേണ്ട, ഞാനാകുന്നു. यीशु पुकार के कहता है कि भयभीत ना हो, मैं हूं। ആ ശബ്ദം അവരെ ഉറപ്പിച്ചു. उस आवाज ने उन्हें हियाव दिया। ഈ ദിവസങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ലോകത്തിന്റെ അനേകവിധ ശബ്ദങ്ങൾ കേട്ടിട്ട് നിരാശയോടുകൂടെ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ സ്വർഗീയമായ ശബ്ദം കേട്ട് ബലപ്പെടുവാൻ നമുക്ക് ദൈവം കൃപ നൽകട്ടെ. इन दिनों में अगर संसार के अनेक भय कराने वाले, भयभीत कराने वाले, डराने वाले आवाज को सुनकर हम इस प्रकार निराश अवस्था में हैं, तो परमेश्वर की आवाज आप सुनकर आप हियाव पावे, सामर्थ्य। മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ പ്രത്യേകമായ പല ഇൻസിഡന്റുകൾ കാണുന്നുണ്ട്. मरकुस की इंजील 5वें अध्याय में अनेक खास बातों को हम देखते हैं। അവിടെ യായിറോസ് എന്ന ഒരു പള്ളി പ്രമാണി യേശുവിനെ തന്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി വന്ന് തന്നോട് അപേക്ഷിച്ച് വിളിച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. और वहां हम देखते हैं याइरोस जो उस आराधनालय के सरदार थे, वो अपने बेटी की चंगाई के लिए आकर यीशु मसीह को अपने घर में ले जाता है। അത്യാസന്ന നിലയിലായിരിക്കുന്ന തന്റെ മകളുടെ സൗഖ്യം എത്രയും പെട്ടെന്നുണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് അവൻ യേശുവുമൊത്ത് നടന്നു പോകുന്നത്. और अपने छोटी बेटी जो मरने पर है, वो एकदम तुरंत चंगी होकर जीवित रहे, उस आशा के साथ वो यीशु को अपने घर ले जा रहा है। അവന്റെ ഹൃദയത്തിൽ ഒരു വിശ്വാസമുണ്ട്, യേശു വരുന്നു, എന്റെ വീട്ടിൽ വന്നാൽ എന്റെ മകൾക്ക് സൗഖ്യമുണ്ടാകും. उसके हृदय के अंदर एक विश्वास है कि अगर यीशु मेरे घर में आता है तो मेरा बेटी चंगी हो जाएगी। എന്നാൽ അവൻ പോകുന്ന വഴിയിൽ തന്നെ ഇതാ വേറൊരു വിഷയം നടക്കുന്നു. 12 സംവത്സരമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീ അവിടെ വരുന്നു. അവരുടെ യാത്രയ്ക്ക് ഒരു പ്രതിസന്ധിയായി അവിടെ തീരുന്നു. अगर उनके मार्ग के बीच में देखिए, एक स्त्री जिसको 12 वर्ष से लहू बहाने की रोग थी, वो वहां आती है और उनके यात्रा को एक रुकावट के रूप में खड़ी हो जाती है। അവളെ യേശു സൗഖ്യമാക്കുന്നു. और उसे देखिए, यीशु मसीह ने उसे चंगा देता है, चंगाई അവളോട് യേശു സംസാരിക്കുന്നു. यीशु मसीह उससे बात करता है। അപ്പോൾ യായിറോസ് ചിന്തിച്ചു കാണും, എനിക്ക് വേണ്ടി യേശുവിനെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് പോകുക, ഒരു നിമിഷം മുമ്പ് എന്റെ വീട്ടിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, എന്നാൽ ഈ ശല്യം ഇതിനിടയ്ക്ക് കയറി വന്നല്ലോ. हो सकता है तब याइरोस ने इस प्रकार विचार किया होगा कि मैंने मेरे जरूरत के लिए जल्दी यीशु को मेरे घर ले जाने के लिए आया था, मगर उसके बीच में इस प्रकार की एक बात आई। എന്നാൽ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ നടുവിൽ അല്പകാലതാമസം വന്നാലും നിനക്ക് വേണ്ടി ചെയ്യുവാനുള്ള പ്രവൃത്തി അവൻ മാറ്റിവെക്കുകയില്ല. मगर परमेश्वर आपके साथ होने के बावजूद, अगर आपके लिए करने वाला उस काम थोड़ा देरी होने के बावजूद भी परमेश्वर अपने योजना को पूरा करेगा। യേശു വീട്ടിൽ ചെന്നു. ഈ ബാല കിടക്കുന്ന ആ സ്ഥലത്ത് ചെന്നിട്ട് പറഞ്ഞു, അവൻ വിളിച്ചു പറയുകയാണ്, തലീതാ കൂമി, ബാലെ എഴുന്നേൽക്ക എന്ന് അവളോട് വിളിച്ചു പറഞ്ഞു. यीशु मसीह उसके घर गया और वो बालिका जहाँ लेटी हुई थी उसके पास जाकर उसे कहता है, हे तलीता तू बाहर आ जा, तलीता घूमी और उठ जा, और तुरंत उस लड़की ने इस प्रकार उठ गई। മരിച്ച ആ കുട്ടി എഴുന്നേറ്റു. और उस जो लड़की मरने पे थी वो तुरंत उठकर चलने फिरने लगी। എന്നാൽ അതിനു മുൻപ് ഈ യാത്രയിൽ തന്നെ വീണ്ടും നിരാശ വരുത്തുന്ന ഒരു വിഷയമുണ്ടായി.
मगर उससे पहले उस यात्रा के बीच में निराश की एक दूसरा अवस्था भी हुआ। യായിറോസിന്റെ ഒരു ബാല്യക്കാരൻ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, ഇനിയും ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, ബാല മരിച്ചുപോയി. यारोस का एक नौकर ने भागते हुए आकर कहा कि अभी उस गुरु को बुलाने की जरूरत नहीं है क्योंकि आपका बेटी मर गई है। വിശ്വാസത്തോടു കൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന യായിറോസ് കേട്ട ആ വാക്ക് തന്നെ തളർത്തിക്കളയുന്ന വാക്കായിരുന്നു. और विश्वास के साथ चलने वाले याइरोस जब उस बात को सुना तब उस बात उसे इस प्रकार कमजोर करने वाली बातें थी। എന്നാൽ 5-ാം അധ്യായം 36-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. मगर 5वीं अध्याय उसकी 36वीं वचन में हम पढ़ते हैं कि यीशु मसीह ने उस बात को गौर नहीं किया। ഡോക്ടേഴ്സ് പറയുന്നതായ വാക്ക് നീ കാര്യമാക്കേണ്ട ആവശ്യമില്ല. डॉक्टर्स आपसे कहने वाले बातों को अब हमें गौर करने की जरूरत नहीं है। വീട്ടുകാർ പറഞ്ഞതും നാട്ടുകാർ പറഞ്ഞതുമല്ല നാം കാര്യമാക്കേണ്ടത്. घर वाले और गांव वाले कहने वाले बातों को हमें अनसुनी करने की जरूरत है। അവർ പറഞ്ഞത് ഒരു പക്ഷേ വാസ്തവമായിരിക്കാം. हो सकता है वे बात वास्तव रूप में करते होंगे, എന്നാൽ യേശു നിന്നോട് കൂടെ നടകൊള്ളുന്നുവെങ്കിൽ, मगर अगर आपके साथ यीशु चल रहा है तो വീട്ടുകാരനെയും നാട്ടുകാരനെയും എല്ലാ വിധികളെയും മാറ്റി എഴുതുവാൻ തക്കൊണ്ട് കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. आपके घर वालों के और गांव वालों के हर एक कल्पनाओं को हटाकर लिखने के लिए, बदलने के लिए सामर्थ्य हमारा परमेश्वर है। നമ്മുടെ കഷ്ടതകളുടെ വേളയിൽ നമുക്ക് സംഗീതം നൽകുന്നവനാണ് നമ്മുടെ ദൈവം. हमारे कष्टता के बीच में हमें गीत देने वाला परमेश्वर है हमारा परमेश्वर। ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കാക്കി അവൻ കൂട്ടിയിണക്കി വ്യാപരിപ്പിക്കും. और परमेश्वर को प्रेम रखने वालों के लिए परमेश्वर हर बात उनकी भलाई के रूप में करता है। ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളായിരിക്കാം. हो सकता है आपके जिंदगी में निराश करने वाले बातें बढ़ती होगी। ഒരു പക്ഷേ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ നിരാശപ്പെടുത്തുന്നതായിരിക്കാം. हो सकता है अन्य लोगों के सलाह जो है वो भी आपको निराश करता होगा। എന്നാൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണ്. मगर परमेश्वर अद्भुत बातों को करने के लिए सामर्थ्य है। അവൻ നമുക്ക് അന്ധകാരത്തിലും സംഗീതം നൽകുന്ന പാട്ട് നൽകുന്ന ദൈവമാണ്. और वो हमें अंधकार की अवस्थाओं के बीच में भी गीत देने के लिए, संगीत देने के लिए सामर्थ्य है। സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ പാട്ട് പാടാൻ നമുക്ക് ഇഷ്ടമാണ്. सूरज जब इस प्रकार आकर उग कर खड़ा है तब हम गीत गा सकते हैं। എന്നാൽ 4 വശവും അന്ധകാരം കൊണ്ട് നിറയപ്പെടുമ്പോൾ, मगर जब चारों ओर अंधेरा फैला रहता है, ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് കഴിയുമോ? मगर क्या हम उस समयों के बीच में परमेश्वर की स्तुति कर सकते हैं? അങ്ങനെ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, अगर हम उस समयों के बीच में भी परमेश्वर की स्तुति कर सकते हैं तो ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. परमेश्वर अद्भुतों का परमेश्वर होते हुए हमारे जिंदगी में वो प्रकट होगा। 1820 ജനിച്ച് 1915 മരിച്ച ഒരു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വനിതയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1720 में पैदा हुआ और 1915 में मृत्यु प्राप्त किया हुआ एक युवती, एक स्त्री के बारे में आपने पढ़े होंगे। ഫാനി ക്രോസ്ബി എന്നായിരുന്നു തന്റെ പേര്. फैनी क्रॉसनियन करके उनका नाम था। ആ സഹോദരി തന്റെ ചെറുപ്രായത്തിൽ 6-ാം വയസ്സിൽ കണ്ണിന് ചെറിയൊരു വേദന ഉണ്ടായപ്പോൾ അന്നത്തെ നിലയിലുള്ള വൈദ്യ ക്രമീകരണങ്ങൾ ചെയ്ത് തന്റെ കണ്ണിന്റെ കാഴ്ച പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടു പോയി. जब वो लड़की 6 साल की थी तब उसके आंख में कुछ तकलीफ हुआ और उन समयों में जो उपलब्ध दवाइयों को और परीक्षाओं को करने के वजह से उनका जो दृष्टि है, नजर है, वो पूरे संपूर्ण तौर से खो गया। 89 സംവത്സരങ്ങൾ അന്ധയായി ജീവിച്ച ആ പെൺകുട്ടി और करीबन 89 साल अंधे रूप में जिंदगी बिताए हुआ वो स्त्री 8000-ലധികം ക്രൈസ്തവ ഗീതങ്ങൾ, അനുഗ്രഹീതമായ ഗീതങ്ങൾ രചിപ്പാൻ തക്കോണം ദൈവം കരങ്ങൾ ഉപയോഗിച്ചു. 8000 से भी ज्यादा मसीही संगीत को तैयार करने के लिए, रचने के लिए परमेश्वर ने उसे सहायता किया। ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ പാടുന്ന പാട്ടുകളൊക്കെ ആ ദൈവദാസിയാൽ രചിച്ചിട്ടുള്ള പാട്ടുകളാണ്. इंग्लिश में हम अधिक तौर से, आम तौर से गाने वाले हर एक गीत, ज्यादातर से वो गीत उस परमेश्वर के बहन ने लिखा हुआ गीत है। ഞാൻ ആ പാട്ടുകളൊന്നും പാടുവാൻ ആഗ്രഹിക്കുന്നില്ല.
मैं उन गीतों को गाने का इच्छा नहीं करता हूँ। അതുപോലെ തന്നെ ആ പ്രിയ ദൈവദാസി മുഖാന്തരമായി ലോകത്തിൽ ഇന്ന് അറിയപ്പെടുന്ന എല്ലാ ഭാഷകളിലും താൻ രചിച്ച പാട്ടുകൾ വിവർത്തനം ചെയ്തെന്ന് പാടുവാനിടയായിക്കൊണ്ടിരിക്കുന്നു. और उसी प्रकार उन्होंने जितने भी गीत रचा है उन गीतों को संसार के अनेक भाषाओं में बदलते हुए गीत आज लोग गा रहे हैं. തന്റെ അന്ധകാരത്തിൽ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് കാലുകൾ നിലത്തുറപ്പിച്ച് നിൽക്കുവാൻ കഴിവില്ലാത്തവളായി വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് 8000-ൽ പരം ക്രൈസ്തവ ഗീതങ്ങൾ രചിച്ച് ലോകത്തിന് സംഭാവന ചെയ്ത ആ പ്രിയ വനിതയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. अपने अंधेपन की अवस्था में अपने व्हील चेयर में बैठते हुए 8000 से भी ज्यादा गीतों को रचते हुए मसीही इस संसार में प्रजा को दिए हुए उस बहन के प्रति मैं परमेश्वर को धन्यवाद करता हूँ. കേരളത്തിന്റെ ഉണർവ് ആരംഭിച്ച ആ സമയങ്ങളിൽ ദൈവം കരങ്ങളിൽ ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു സാധു കൊച്ചുകുഞ്ഞുപദേശി. और केरल के उस बेदारी शुरुआत हुआ उस समय में परमेश्वर ने उपयोग किया हुआ एक सेवक है जिनका नाम था साधु കൊച്ചുകുഞ്ഞുപദേശി. അദ്ദേഹത്തിന്റെ മകൻ ശമൂവേൽകുട്ടി എന്ന തന്റെ മകൻ മരിച്ചുപോയി എന്ന വിവരം തനിക്ക് ലഭിച്ചു. और उनका बेटा शमूएलकुटी का निधन हो गया करके खबर उनके पास आया. താൻ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ മരണത്തിന്റെ തുടർന്നുള്ളതായ കാര്യങ്ങളൊക്കെ എല്ലാവരും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. और जब वे वहां घर पे पहुंचे तब मृत्यु के बाद की बातों को लोग वहां जो लोग थे वे कर रहे थे. ആ അന്ധകാര നിമിടമായ ആ സന്ദർഭത്തിൽ താൻ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഉറച്ചു നിന്നു. उस अंधकार से भरा हुआ उस समय परिस्थिति के बीच में परमेश्वर पर दृढ़ता होकर खड़े रहे. അതിനുശേഷമായിട്ട് താൻ രചിച്ച ഗീതമാണ്, പാട്ടാണ് ദോഷമായിട്ട് എന്നോടൊന്നും എന്റെ നാഥൻ ചെയ്യുകയില്ല എന്നെഴുതിയ പാട്ട്. और उसके बाद उस परिस्थिति में उन्होंने लिखा हुआ ये गीत है कि मेरे लिए दोष के कारण मेरा परमेश्वर मेरा मालिक मेरे विरुद्ध कुछ नहीं करेगा. തന്റെ ഓല വേണ്ടതായ ആ പുര ഒന്ന് വീണ്ടും ഓല മാറ്റി കെട്ടുവാൻ കഴിവില്ലാത്ത അവസ്ഥയിൽ സാമ്പത്തിക ശേഷിയില്ലാത്തവരായിട്ട് ഇരിക്കുന്നതായ വേളയിൽ താൻ പാടിയതായ ഒരു പാട്ടാണ് എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നുവെന്ന്. नारियल के उस पत्तों से बना हुआ अपने घर के छत को मरम्मत नहीं कर सकता है. उस प्रकार की संपत्ति नहीं रहने के कारण परमेश्वर से उस प्रतिकूल अवस्थाओं में भी परमेश्वर के प्रति उन्होंने रचा हुआ गीत है कि मेरा जो संपद है बोलने के लिए केवल मसीह ही है. തന്റെ കാലിൽ ഒരു വ്രണം വന്ന് പഴുത്ത വലിയ വേദന താൻ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ഭവനത്തിന്റെ താഴെക്കൂടുള്ള റോഡിൽ കൂടെ സാധാരണയായിട്ട് തന്റെ ഭവനത്തിൽ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നതായ ഒരു വ്യക്തി ഒരു കൊടയും പിടിച്ചുകൊണ്ട് വരുന്ന കാഴ്ച താൻ കണ്ടു. और अपने घर में अपने बैठा हुआ एक अवस्था में जब उसके पैर में घाव आया और घाव इस प्रकार पक गया उस प्रकार की अवस्था में वो घर पे बैठा था तब अपने घर की ओर आने वाला एक व्यक्ति जो छतरी पकड़कर आ रहा था उस बात को उन्होंने देखा. ഈ വേദനയുടെ ദിവസങ്ങളിൽ ആരും തന്റെ ഭവനത്തിലേക്ക് വരുന്നില്ല. उस दर्दनायक अवस्थाओं के बीच में कोई भी उनके मुलाकात करने के लिए उनके घर पे नहीं आ रहे थे. തന്റെ ഭവനത്തോട് അടുത്തപ്പോൾ ആ പിടിച്ചിരുന്ന കൊട മറച്ചു പിടിച്ചുകൊണ്ട് കടന്നു പോകുന്ന കാഴ്ച താൻ കണ്ടു. उस व्यक्ति जो छतरी पकड़कर उनके घर के नजदीक आया और जैसे उनके घर के नजदीक आया तो उन्होंने छतरी को इस बाजू करके उसको अपने चेहरे को ढांपते हुए इस प्रकार उसके घर के आगे से निकलते हुए इन्होंने देखा. അതിനുശേഷം താൻ എഴുതിയ പാട്ടാണ് ആരും സഹായമില്ലെല്ലാവരും വാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ എന്നാൽ എനിക്കൊരു സഹായകൻ വാരിലുണ്ട് എന്നറിഞ്ഞതിൽ ഉല്ലാസമേ എന്ന് താൻ എഴുതി. उस संदर्भ में उन्होंने लिखा कि कोई भी सहायता करने के लिए मेरे साथ नहीं होने के बावजूद मेरे सहायता करने के लिए मेरा ऊंचाई में रहने वाला मेरा परमेश्वर है करके उन्होंने लिखा. അനുഗ്രഹീതനായ എം.ഇ. ചെറിയാൻ സാറിന്റെ ഭാര്യ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന മണിക്കൂറുകളായി വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഡോക്ടേഴ്സ് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, നേഴ്സസ് ഓടുന്നു. ഈ കാഴ്ചയെല്ലാം കണ്ട് താൻ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്ത് ഇരിക്കുകയാണ്. आशीष नायक परमेश्वर का सेवक एम.वी. चरियान साहब के पत्नी के ऑपरेशन चल रहा है. इस प्रकार कोई खबर इनको बाहर मिल नहीं रहा है. डॉक्टर लोग उस बाजू भाग रहे हैं, नर्स लोग इस बाजू भाग रहे हैं. इस प्रकार के परिस्थिति के बीच में मास्टर साहब इस प्रकार उस ऑपरेशन थिएटर के बाहर इंतजार कर रहे हैं.
ആ സാഹചര്യത്തിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നോട്ട്ബുക്ക് എടുത്ത് കുറിച്ച വരികളാണ് നാം ഇന്ന് സാധാരണയായിട്ട് യോഗങ്ങളിലൊക്കെ പാടുന്ന പാട്ട്. उन समयों में उन्होंने अपने जेब में से एक डायरी निकालकर रचा हुआ एक गीत है जो आजकल हमारे सभाओं में हम आमतौर से गाते हैं. താൻ ഒരു കാത്തിരിപ്പ് യോഗത്തിലല്ല അത് പാടിയത്. वो इस प्रकार की एक आम सभा में या इस प्रकार की एक आम सभा में उन्होंने वो गीत नहीं गाया. താൻ ആദ്യമേ കുറിച്ച വരികൾ വൻ വിനകൾ വന്നിടുകിൽ വലയുകയില്ല എൻ ഹൃദയം എന്നുള്ള വരികളാണ് താൻ ആദ്യമേ എഴുതിയത്. उन्होंने सबसे पहले इन पंक्तियों को लिखा कि बड़ी आंधियां और समस्या आने के बावजूद मेरा हृदय व्याकुल नहीं होगा. സമയം അവസാനിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തട്ടെ. मेरे समय खत्म होने की वजह से मैं यहाँ बंद करना चाहता हूँ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളപ്പോൾ ദൈവത്തെ സേവിക്കുന്നതല്ല, പിന്നെയോ അന്ധകാര നിമിടമായ ജീവിത ബന്ധാവുകളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തെ സ്തുതിപ്പാൻ നമുക്കിടയാകണം. प्रिय अजीजों, हमारे जिंदगी के सारे सुख विलास अनुभव करने के बीच में हम परमेश्वर की सेवकाई करते हैं. उससे बढ़कर हमारे जिंदगी के तकलीफ और मुसीबत के बीच में भी हम तैयार हो जाना चाहिए कि हम परमेश्वर की स्तुति और आराधना करें. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. और हम जानते हैं कि जो लोग परमेश्वर से प्रेम रखते हैं उनके लिए सब बातें मिलकर भलाई ही होकर उत्पन्न करती है, अर्थात उन्हीं के लिए जो उसकी इच्छा के अनुसार बुलाए हुए हैं. അതുകൊണ്ട് ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ദൈവത്തിന്റെ ഹിതത്തിൽപ്പെട്ട വിഷയങ്ങളാണ്. और इसलिए आज इन दिनों में हम सामना करने वाले इन सारे समस्याएं परमेश्वर के योजना के अंदर वो रहने वाली बातें हैं. സ്വർഗീയമായ ദൂതുകൾ കേൾക്കുവാൻ ദൈവമായ കർത്താവ് ഈ ദിവസങ്ങൾ നമുക്ക് കൃപ നൽകുമാറാകട്ടെ. इन दिनों में परमेश्वर की उस योजनाओं को सुनने के लिए, उसकी वचनों को सुनने के लिए परमेश्वर और अधिक आशीषें और कृपा हमें हमारे ऊपर बरसा दे. നടുവിൽ ദൈവത്തിന്റെ വചനമായ നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. समस्याओं के बीच में परमेश्वर अपने वचन को भेजकर हमें हियाव दे. പ്രശ്നത്തിന്റെ നടുവിൽ ദൈവം സ്വർഗീയ ദർശനങ്ങൾ നൽകി നമുക്ക് ബലം നൽകുമാറാകട്ടെ. समस्याओं के बीच में परमेश्वर स्वर्गीय दर्शन देकर हमें सामर्थ्य दे. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരുടെ കാലങ്ങളിലെല്ലാം ദൈവം അങ്ങനെയാണ് അവരെ നിർത്തിയത്. पिछले दिनों में हमारे पिताओं के समयों में परमेश्वर ने उन्हें इसी प्रकार खड़ा रखा है. ഈ ദിവസങ്ങളിൽ നമ്മെയും അതുപോലെ ഉപയോഗിക്കാൻ നമ്മുടെ ദൈവ സർവശക്തിയുള്ള ദൈവമാണ്. इन दिनों में भी हमें भी उसी प्रकार उपयोग करने के लिए हमारा परमेश्वर सामर्थ्य है. നിങ്ങളെല്ലാവരെയും വലിയവനായ ദൈവം ധാരാളമായി ആശീർവദിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. और हम प्रार्थना करते हैं कि आप सबको परमेश्वर आशीष दे और सामर्थ्य दे. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ദൈവസഭയോടും ദൈവദാസനോടുമുള്ളതായ നന്ദി ഈ തരുണത്തിൽ ഒന്നുകൂടെ അറിയിക്കുന്നു. इस प्रकार की निमंत्रण मुझे दिया हुआ कलीसिया को और परमेश्वर के सेवक और उनके परिवार को मैं तहे दिल से धन्यवाद करता हूँ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവദാസൻ പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. गांधीधाम चर्च के लिए हम तुझसे प्रार्थना करते हैं परमेश्वर, पिछले सालों में प्रभु जी तेरे लिए खड़े होने के लिए तू सहायता किया. हमारी जिंदगी में जो कुछ परेशानी आए, मुसीबत आए, प्रभु जी तेरे जानकारी के बगैर कुछ भी हमारी जिंदगी में होते नहीं है करके हम जानते हैं खुदावंद सब कुछ भलाई के लिए बदल डालने वाला प्रभु, तेरे बलवंत हाथों में हमारी जिंदगी का हर एक समस्याओं को हम समर्पण करके प्रार्थना करते हैं. छुटकारा देने वाला प्रभु, तेरे हाथ बढ़ाकर इन दिनों में विजय जिंदगी के लिए हमको तैयार कर. यीशु मसीह के पवित्र नाम से हम मांगते हैं, सुनने और कबूल करते परमेश्वर. आमीन आमीन आमीन. थैंक यू पास्टर. हालेलुया.